മതി നിർത്ത്. ഒരുപാടായി. നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ കുടിക്കരുതെന്ന്. നീ ഒറ്റ കാരണമാണ് ഞാനിങ്ങനെ ആയത്. കൊല്ലും കൊല്ലും. ഹോസ്പിറ്റലിൽ പോവാൻ ചേട്ടാ, നമുക്ക് ആംബുലൻസ് വിളിക്കാം ചേട്ടാ. ചേട്ടാ 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 ഞാൻ എഴുതി തരുന്ന മരുന്നുകളെല്ലാം അതുപോലെ തന്നെ വാങ്ങിച്ചു കഴിക്കണം കേട്ടോ. എല്ലാം ശരിയാവും. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ അടുത്ത ആളെ ഇങ്ങ് വരാൻ പറയണേ. ശരി ഡോക്ടർ. ഇപ്പോൾ എങ്ങനെയുണ്ട് രേണു? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഇവിടുത്തെ തിരക്ക് കാരണമാണ് അങ്ങോട്ട് വരാൻ പറ്റാത്തത്. അത് സാരമല്ലേ ഡോക്ടർ, മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ. പോയവരിനി തിരിച്ചു വരത്തില്ല. ബട്ട് നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. രേണു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് രേണു. നമുക്ക് ഈ അവസ്ഥയൊക്കെ മാറ്റിയെടുക്കണ്ടേ? രേണു എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് മാറണം. അപ്പോൾ ലൈഫിലൊരു ചേഞ്ച് വരും. ഞാനും അത് ആലോചിക്കുന്നുണ്ട് ഡോക്ടർ. രേണു, ഞാൻ പഴയ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ അഡീഷണൽ ഒരു മെഡിസിൻ കൂടെ എഴുതുന്നുണ്ട്. അത് രാവിലെ പകുതി രാത്രി പകുതി കഴിക്കുക. ശരി ഡോക്ടർ. നമുക്ക് നോക്കാം, എല്ലാം ശരിയാവും. എന്താ ഇത്ര ആലോചന? എന്നോടും കൂടി പറഞ്ഞിട്ട് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടി ആലോചിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോകാം. പെണ്ണ് കാണാൻ വന്ന ഒരുപാട് പേര് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിഷമവും സങ്കടവും ഉള്ളിലൊതുക്കി ഞാൻ ജീവിച്ചപ്പോഴാണ് ചേട്ടൻ എൻ്റെ ലൈഫിലേക്ക് കിട്ടിയത്. ഇപ്പോൾ എൻ്റെ ജീവിതവും മാറി. ഞാനിപ്പോൾ ഹാപ്പിയായി. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ നിനക്കത് ധാരാളമുണ്ട്. എന്നെ ജീവിതത്തിൽ ഇത്രത്തോളം മനസ്സിലാക്കിയ ആരുമില്ല. എടി, നീ ഒറ്റ കാരണമാണ് ഞാനിങ്ങനെ ആയത്.
വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാവുമല്ലേ? ഞാൻ കുളത്തിൻ്റെ അവിടെ നിന്ന് ഇറക്കാമോ? നിങ്ങൾ പറഞ്ഞ സ്ഥലം ഇതല്ലേ? ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങ്. ഛേ, നിങ്ങൾ ഹലോ, ആരാ? ഞാനേ മാങ്കുളം ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അലക്സ് ആണേ. രേണു ശരത്തല്ലേ സംസാരിക്കുന്നത്? അതെ സർ, പറഞ്ഞോളൂ. അതെ, ശരത്തിൻ്റെ മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നേ. ചോദിച്ചോളൂ സർ. ശരത്തിനെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് അറിയാമോ? ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുപറ്റി സർ? ശരത്തിൻ്റെ മരണകാരണം ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത് ദാറ്റ് വാസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഉള്ളിൽ മദ്യത്തോടൊപ്പം കലർന്ന വിഷം, അതാണ് മരണകാരണം. രേണു, ഇങ്ങ് വാടി. രേണു എൻ്റെ പേഷ്യൻ്റാണ്. സിസോഫ്രീനിയ എന്ന് പറയുന്നൊരു മാനസിക രോഗമാണ് കുട്ടിക്ക്. കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ പല വിഷയങ്ങളും തൻ്റെ മുമ്പിൽ നടക്കുന്നതായിട്ട് ആ കുട്ടി വിശ്വസിക്കുന്നു. പക്ഷേ എന്താ ഡോക്ടർ? ആ വീട് ഇറ്റ്സ് എ ഹോണ്ടഡ് പ്ലേസ്. Take it.
ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാ മതിയാ? പോണ്ടേ നമുക്ക്? അല്ല, നീ ആ ബ്രോക്കറിനെ വിളിച്ചായിരുന്നോ? ആ ബ്രോക്കർ ഒരു വീഡിയോ റെഡിയാക്കി തന്നിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. ആ വീട്ടിലോട്ട് കയറുന്ന ഒറ്റ മനുഷ്യനും അധികം നാൾ ജീവിച്ചിരുന്നില്ല.